ഓം ശാന്തി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ എൻ്റെ ബാബ, ഗുഡ് മോർണിംഗ്. ഞാൻ സമ്പൂർണമായ ശാന്തി അനുഭവിക്കുന്നു. എൻ്റെ ചിന്തകൾ, എൻ്റെ ഭാവങ്ങൾ, എൻ്റെ സ്മൃതി എല്ലാം ശാന്തമാണ്. എൻ്റെ മനസ്സ് നിശബ്ദമാണ്. എല്ലാ ശബ്ദങ്ങളിൽ നിന്നും ഉപരിയായിരിക്കുന്ന ഒരു ഗഹനമായ അവസ്ഥ. സമ്പൂർണ്ണ മൗനം എൻ്റെ മനസ്സനുഭവിക്കുന്നു. എനിക്ക് ചുറ്റിലും ശാന്തി വ്യാപിക്കുന്നു. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഒരു മൂർത്തിയാണ് ഞാൻ. ആത്മാ, ദിവ്യപ്രകാശം. ഈ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ് ഞാൻ. ഞാൻ രാജഋഷിയാണ്. ഞാൻ മഹായോഗിയായ ആത്മാവാണ്. പുരികമധ്യത്തിൽ ഞാൻ എൻ്റെ എല്ലാ ചൈതന്യവും കേന്ദ്രീകരിക്കുന്നു. എനിക്ക് ആ ഭാഗത്ത് എൻ്റെ തന്നെ പുരികമധ്യത്തിൽ ഒരു ദിവ്യശക്തി അനുഭവമാകുന്നു. എൻ്റെ പുരികമധ്യത്തിൽ നിന്നും, അഥവാ ആത്മശക്തിയിൽ നിന്നും ഒരു ദിവ്യപ്രകാശം എനിക്ക് ചുറ്റിലും പരന്നുകൊണ്ടിരിക്കുന്നു. എന്നിൽ നിന്നും 4 ദിക്കിലേക്ക് ദിവ്യശക്തി തരംഗങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അന്തരീക്ഷം തന്നെ മാറി ശക്തിശാലിയായി മാറിയിരിക്കുന്നു. എന്നിൽ നിന്നും പ്രകാശകിരണങ്ങൾ ചുറ്റിലും പ്രസരിക്കുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ശബ്ദങ്ങൾക്കും
ഉപരിയായി ഭൃഗുടി സിംഹാസനത്തിൽ വിരാജിക്കുന്ന ചൈതന്യ ജ്യോതിയായ ഞാൻ ആത്മീയ ശക്തികൾ അനുഭവിക്കുന്നു. മെല്ലെ മെല്ലെ ഞാൻ ഈ കർമ്മേന്ദ്രിയങ്ങൾ, ഈ ദേഹം, ഈ ബോധം ഉപേക്ഷിക്കുന്നു. ഇതൊന്നുമല്ല ഞാൻ. ഞാൻ അതിസൂക്ഷ്മമായ പ്രകാശമാണ്. ഞാൻ ആകാശത്തിലേക്ക് പറന്നുയരുന്നു. ഒരു സെക്കൻഡിൽ ദേഹം ഉപേക്ഷിച്ച്. എത്ര ഭാരം കുറഞ്ഞ അവസ്ഥ! ഒരു ഭാരവുമില്ല. എൻ്റെ സങ്കല്പങ്ങൾക്ക് പോലും ഭാരമില്ല. ഞാൻ ആകാശത്തിലാണ്. ആകാശത്തിലൂടെ പറന്ന് പറന്ന് ഞാൻ സൂക്ഷ്മവതനത്തിൽ എത്തിയിരിക്കുന്നു. അവ്യക്ത ബാപ്ദാദ മുന്നിൽ ബാബയുടെ ശക്തിശാലി ദൃഷ്ടി എൻ്റെ മേലെ പതിക്കുന്നു. പവിത്രതയുടെ അനന്തധാര ഞാൻ ആത്മാവിലേക്ക് ബാബയിൽ നിന്ന് പ്രവഹിക്കുന്നു. ബാബയുടെ മസ്തകത്തിൽ നിന്നും അനന്തശക്തികൾ ഞാൻ ആത്മാവിലേക്ക് നിറയുന്നു. ബാബ തൻ്റെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ വച്ചിരിക്കുന്നു. എനിക്ക് ചുറ്റിലും ഒരു സുരക്ഷാ കവചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നിരന്തരം ഞാൻ ബാബയുടെ ഛത്രഛായയിലാണ്. ശക്തികളാകുന്ന കുടക്കീഴിലാണ്. എനിക്ക് മേലെ പരമാത്മാ ഛത്രഛായ ഉണ്ട്. പ്രകാശത്തിൻ്റെ ഒരു ദിവ്യമായ കുട. എന്നെ ബാബ തിലകമണിയിക്കുന്നു. എൻ്റെ കുട്ടി വിജയീ ഭവ. എൻ്റെ മധുരമായ കുട്ടി നിർവിഘ്ന ഭവ. വിജയീ ഭവ. സന്തുഷ്ട ഭവ. പവിത്ര ഭവ. ഈ വരദാനങ്ങൾ പ്രാപ്തമാക്കി ഞാൻ അതിൻ്റെ സ്വരൂപമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ബാബയുടെ കൈകൾ എൻ്റെ കൈകളിലാണ്. എൻ്റെ കൈകൾ ബാബ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് എന്ത് ചിന്ത? ഇനി എനിക്ക് എന്ത് ഭയം?
ഈശ്വര സംരക്ഷണത്തിലാണ് ഞാൻ. ഞാൻ നിശ്ചിന്ത ആത്മാവാണ്. എൻ്റെ മനസ്സ് സമ്പൂർണമായും മൗനത്തിൻ്റെ ശക്തി അനുഭവിക്കുകയാണ്. ഞാൻ അന്തർമുഖിയാണ്. വേറെ ഒന്നുമില്ല. ഒരു ബാബയും ഒരു ഞാനും മാത്രം. ഒരു ബാബയുടെ ഓർമ്മ മാത്രം. ഒരു ബാബയോടുള്ള സ്നേഹം മാത്രം. ബാബയോട് മാത്രമാണ് സർവബന്ധവും. ഒരു ബാബ, രണ്ടാമതാരുമില്ല. എൻ്റെ മുഴുവൻ ലോകവും ബാബ മാത്രമാണ്. ഒരു ബലം, ഒരു വിശ്വാസം, ഒരു ബാബയുടെ മഹിമ മാത്രം. എൻ്റെ സർവസ്വവും ഒരാൾ മാത്രം. എൻ്റെ സർവസ്വവും ഒരാൾക്ക് വേണ്ടി മാത്രം. എനിക്കൊരേ ഒരു ബാബ മാത്രം. ഒരേ ഒരു ബാബ മാത്രം. ഒരേ ഒരു ബാബ മാത്രം. ഞാൻ ഒരു ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നു. ഒരു ബാബയെ നേടി ഞാൻ സർവ്വതും നേടി. ഇതൊരു അത്ഭുതകരമായ ആത്മീയ അനുഭവമാണ്. സൂക്ഷ്മവദനത്തിലെ കൂടിക്കാഴ്ച. ഒരിക്കലും ഒരിക്കലും മറക്കാനാവില്ല. ഞാൻ ഫരിസ്ത ഇപ്പോൾ പരന്ധാമം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പരന്ധാമത്തിൽ ഞാൻ ശബ്ദമില്ലാത്ത നിർവാണസ്ഥിതി അനുഭവിക്കുന്നു, മുക്തി അനുഭവിക്കുന്നു. ഇത് നിരാകാരി ലോകമാണ്. ഇത് ആത്മാക്കളുടെ നഗരമാണ്. ഇത് രുദ്രന്റെ ധാമമാണ്. ഞാൻ ബ്രഹ്മലോകത്തിലാണ്. ഞാൻ നിരാകാരി വൃക്ഷത്തിൽ എൻ്റെ സ്വന്തം സീറ്റിൽ എൻ്റെ നിജസ്ഥിതിയിൽ വസിക്കുന്നു. എൻ്റെ സന്മുഖത്ത് നിരാകാരനായ ശിവബാബയുണ്ട്. ശിവബാബയുടെ ആദ്യത്തെ സ്വരൂപം മഹാജ്യോതി. ഞാൻ ആത്മാ മഹാജ്യോതിയുടെ മുന്നിലാണ്. ബാബയുടെ
സമ്പൂർണ്ണ പവിത്ര പ്രകാശം എന്നിലേക്ക് കോരിച്ചൊരിയുന്നു. ഞാനും മഹാജ്യോതിയും മാത്രം. ബാബയുടെ രണ്ടാമത്തെ സ്വരൂപം ചൈതന്യ ബീജസ്വരൂപം. ഞാൻ ആ മഹാബീജത്തോടൊപ്പം കമ്പൈൻഡാണ്. ബാബയുടെ മൂന്നാമത്തെ സ്വരൂപം ബിന്ദുസ്വരൂപം. ആ പരമമായ ബിന്ദുവിൻ്റെ സമ്പൂർണ്ണ തിളക്കവും എന്നിലേക്ക് നിറയുന്നു. ബാബയുടെ നാലാമത്തെ സ്വരൂപം തിളങ്ങുന്ന നക്ഷത്രം. ഞാനും നക്ഷത്രം, ബാബയും നക്ഷത്രം. ആ നക്ഷത്രത്തിൻ്റെ മുഴുവൻ ശക്തിയും പ്രകാശവും എന്നിലേക്ക് നിറയുന്നു. ബാബയുടെ അഞ്ചാമത്തെ സ്വരൂപം സൂര്യൻ. ജ്ഞാനസൂര്യൻ്റെ സർവകിരണങ്ങളും എന്നിലേക്ക് നിറയുന്നു. പവിത്രതയുടെ സൂര്യൻ്റെ മുഴുവൻ രശ്മികളും എന്നിലേക്ക് പതിക്കുന്നു. ബാബയുടെ ആറാമത്തെ സ്വരൂപം സാഗരം. ബാബ പ്രേമത്തിൻ്റെ സാഗരമാണ്. ഞാൻ ആ സാഗരത്തിലേക്ക് ആഴുന്നു. വീണ്ടും വീണ്ടും പ്രേമസാഗരത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബാബ ആനന്ദസാഗരമാണ്. ഞാൻ ആത്മാ ആനന്ദസാഗരത്തിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുന്നു. ബാബ ശക്തികളുടെ സാഗരമാണ്. ഓരോരോ ശക്തികളിലും ഞാൻ ലയിച്ചു ചേർന്നു. ഞാൻ ആ ശക്തികളുടെ സ്വരൂപമായി മാറുന്നു. ബാബയുടെ ഏഴാമത്തെ സ്വരൂപം എല്ലാ മധുരത കൊണ്ടും ഉണ്ടാക്കപ്പെട്ട ഒരു പർവ്വതം. ബാബയുടെ മുഴുവൻ സ്വീറ്റ്നെസ്സും മുഴുവൻ മധുരതയും ഞാൻ അനുഭവിക്കുന്നു. ആ രസം ഞാൻ അനുഭവിക്കുന്നു. ഞാനും സ്വീറ്റസ്റ്റായി മാറുന്നു. ഞാൻ ഈ നിരാകാര ലോകത്തിൽ എൻ്റെ പരമപിതാവിനെ കണ്ട് കണ്ട് ആ ഓർമ്മയിൽ ലയിച്ചു ചേരുന്നു. എനിക്കൊരിക്കലും ബാബയിൽ നിന്ന് പിരിയാൻ സാധിക്കില്ല. കംപ്ലീറ്റ് സൈലൻസ്, നിശബ്ദത, ഏകാന്തത. ഞാൻ മെല്ലെ മെല്ലെ
താഴേക്കിറങ്ങുന്നു. സൂക്ഷ്മവദനത്തിൽ സൂക്ഷ്മവസ്ത്രം ധാരണ ചെയ്ത് വീണ്ടും താഴേക്ക്. ഞാൻ ഭൂഗോളത്തിൻ്റെ മുകളിലിരിക്കുന്നു. എന്നിൽ നിന്നും പവിത്രതയുടെ ശക്തിശാലി കിരണങ്ങൾ ഭൂമി മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഞാൻ താഴേക്ക് വരുന്നു. ഭൂമിയാകുന്ന എൻ്റെ കർമ്മക്ഷേത്രത്തിൽ, എൻ്റെ ദേഹത്തിൽ ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. പഞ്ചതത്വങ്ങളും എൻ്റെ പവിത്രതയുടെ പ്രഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ അതിസൂക്ഷ്മമായ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓം ശാന്തി.